ഹലോ ഗൈസ്, എല്ലാവർക്കും അന്യൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ അടീനിയത്തിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാനാണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ പല വെറൈറ്റി കളറുകളൊന്നുമില്ല കേട്ടോ, ഒരേ കളറുള്ള പിങ്ക് കളറാണ് ഞാൻ മെയിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വെറൈറ്റി കളറുകളൊക്കെ കൊണ്ട് വെക്കണം. ഇപ്പോൾ ഒരു കളറ് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിൽ തന്നെ കുറേ വിത്ത് പാകി ഉണ്ടാവണത് വൈറ്റ് കളറിലും വന്നിട്ടുണ്ട്. എനിക്ക് കുത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ വൈറ്റ് കളറും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ വിത്ത് പാകി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ കണ്ടത് വൈറ്റാണ്, ഒരെണ്ണം വൈറ്റാണ്, ചെറുതായിട്ട് പിങ്ക് ഷെയ്ഡുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ കുരു കുത്തി ഉണ്ടാക്കണതിന് അടിയിലൊക്കെ നല്ല ഷേപ്പിലും നല്ല നല്ല കനത്തിലും വരും. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയ, പ്രത്യേക വേര് പോലെയൊക്കെ ആയിട്ടൊക്കെ വരാറുണ്ട്. അതിന് വിത്ത് തന്നെ കുത്തി ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ വല്ലാണ്ട് അതിനെ ഹൈറ്റ് പോകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ മുറിച്ച് കഴിഞ്ഞാലാണ് വീണ്ടും അതുമെന്ന് പിന്നെയും ബ്രാഞ്ചുകൾ വേറെ ഉണ്ടാവുള്ളൂ. അപ്പം നല്ല ചെറുതായിട്ട് തന്നെ കുറേ ബ്രാഞ്ചായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കട്ട് ചെയ്യാറായി തുടങ്ങിയതാണ്. കുറേയൊക്കെ കട്ട് ചെയ്യാൻ പാകത്തിലുള്ളതാണ്, കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ആ ബ്രാഞ്ച് നമുക്ക് കുത്തി കഴിഞ്ഞാൽ അതുമ്മേ നല്ലോണം പൂവുണ്ടാവും. ഇവിടെ അത് കുത്തിയിട്ടും നല്ലോണം പൂ ഉണ്ടായിട്ടുണ്ട്. ഇത്രയ്ക്കും അടിയിൽ കനം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഇതുള്ളൂ, അല്ലാണ്ട് പൂക്കളൊക്കെ നല്ലോണം ഉണ്ടാവും അതിലും. ഇതൊക്കെ കുറേ നാൾ മുമ്പുള്ളതാണ്. അപ്പോൾ അതൊക്കെ നല്ലോണം കനം വെച്ച് വരും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഉയർന്നു പോകാണ്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അടിയിൽ തന്നെ നിറച്ച് ബ്രാഞ്ചസായിട്ട് നിൽക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമാണ് നല്ലോണം പൂവുണ്ടാവുള്ളൂ. നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ പൂവുണ്ടാവും. അതൊക്കെ വിത്ത് ഇപ്പോൾ പായിട്ടുള്ളതാണ് കേട്ടോ. മുളച്ചു അത് തുടക്കം, അത് വലുതായി വരുമ്പോൾ തന്നെ, ചെറുതായിരിക്കുമ്പോൾ തന്നെ അത് നല്ല ഉണ്ടച്ചിട്ടാണ് വരിക. അതുപോലെ പല ഷേപ്പിലും ആയിട്ട് പിന്നെ നമുക്ക് കിട്ടും. കണ്ട ഇതുപോലെ വേര് പോലെയും വള്ളി പോലെയും ഒക്കെ ആയിട്ട് അങ്ങനെ കിട്ടും കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണമാണ് ഞാനിത് മാത്രമാക്കിയതിപ്പോൾ. അപ്പം അതിൻ്റെ ഈ 2 ബ്രാഞ്ച് മുറിച്ച് അതിൽ ബഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ മുകളിലത്തെ ശിഖരം വെച്ച് കൊടുത്താൽ അത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 ഭാഗത്തും വേറെ ബ്രാഞ്ചിൽ ചെടികളുണ്ടാവും. വേറെ കളറ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേറെ കളറ് ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ബ്രാഞ്ച് കുത്തി വെച്ചിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ നിറച്ച് പൂ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പൂവില്ലാത്ത സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം അധികം പൂക്കളില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പം എന്തായാലും കുറേ അടീനിയത്തിൻ്റെ കുറേ ചെടികളായപ്പോൾ ഞാൻ എന്നാൽ കുറച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇനിയും കുറേ വിത്തായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നമ്പർ തരാം. അപ്പോൾ ആവശ്യക്കാർക്ക് കൊറിയറായിട്ട് അയച്ച് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ.